അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ജർമ്മനിയിലോട്ട് വരാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഈ വരുന്ന ഒരു പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഇനീഷ്യലി തന്നെ എടുത്തു വയ്ക്കേണ്ട സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങൾ എന്നൊക്കെയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എന്നോട് കുറേ സ്റ്റുഡൻസ് ആയിട്ട്, അതായത് ഞങ്ങൾക്ക് ഓൾറെഡി ബിടെക് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് തന്നെ എൻ്റെ കൂടുതലുള്ള എൻ്റെ ഒരു കുറത്തിലുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിൾസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ബിടെക് ഡിപ്ലോമാസ് അങ്ങനത്തെ സ്റ്റുഡൻസാണ്. അപ്പോൾ അവർക്കും ഇതിലും ജർമ്മനിയിലോട്ട് മാസ്റ്റേഴ്സ് എടുക്കാൻ വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരുപാട് പേരായിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് വരുന്നത്, എന്താ പ്രൊസീജിയർ കാര്യങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതൊരു ഉപകാരമാവുമല്ലോ. സോ അപ്പോൾ എന്തായാലും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും താമസിപ്പിക്കാൻ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓൾസോ ഞാൻ ഈ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ടാണ് നോക്കേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പം ജസ്റ്റ് ഇഗ്നോർ ചെയ്യുക, ഞാൻ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ എന്തായാലും ജർമ്മനിയിലോട്ട് വരുന്നതിന് മുന്നേ നമ്മൾ അറിയേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, യൂണിവേഴ്സിറ്റീസ് മെയിൻലി രണ്ട് ടൈപ്പാണ് ഉള്ളത്, പബ്ലിക്, പ്രൈവറ്റ്. അപ്പം നമ്മളുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. നമ്മളിപ്പം അത്യാവശ്യം നിങ്ങൾക്ക് ഫണ്ട് ഇഷ്യൂസ് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്രൈവറ്റ് നോക്കാം. ഇനിയിപ്പം നിങ്ങൾക്ക് പബ്ലിക്, അതായത് ഫീസ് ഇല്ലാണ്ട് പഠിക്കണമെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കുന്നത്. കാരണം വെച്ചാൽ വേറെ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ നോർമലി UK അങ്ങനെയുള്ള കൺട്രീസിലൊക്കെ കണ്ടുവരുന്നത്, അവിടെ നമ്മൾ ഷോ മണിയാണ് കാണിക്കേണ്ടത്. അതായത് ഒരു മാസമൊക്കെ ഇപ്പോൾ എമൗണ്ട്, ഇപ്പം നമുക്ക് ഒരു വർഷം അവിടെ ജീവിക്കാനുള്ള എമൗണ്ട് ഉണ്ട് എന്നുള്ളത് അത് കാണിച്ചിട്ട് അത് നമ്മൾ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. പക്ഷേ ജർമ്മനിയുടെ കേസിൽ നമുക്ക് അങ്ങനെ ഷോ മണി അല്ല കാണിക്കുന്നത്, നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ടാണ്. അതായത് നമ്മൾ ഒരു മാസം ഇവിടുത്തെ ഒരു കണക്കനുസരിച്ച് ഞാൻ വരുന്ന ടൈമിൽ 934 യൂറോ ആണ് മന്ത്ലി കാണിക്കേണ്ടത്. അത് എൻ്റെ ബാച്ചിൽ തന്നെ കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് വിസ വെരിഫിക്കേഷൻ ചെയ്തവർക്കൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. 992 യൂറോ ആണ് നമ്മൾ അക്കൗണ്ടിൽ മന്ത്ലി കാണിക്കേണ്ടത്. അതായത് അങ്ങനെ നമ്മൾ ഒരു വർഷത്തേക്കാണ് കാണിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആ ഒരു വർഷം കൊണ്ട് നമുക്ക് ഈ ഒരു ക്യാഷ് മാസമായിട്ട് വിഡ്രോ ചെയ്ത് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് അറൗണ്ട് ഒരു 10.5 lakhs, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ആ ദിവസത്തെ നമ്മളുടെ ആ ഒരു യൂറോയിലോട്ട്, ഇന്ത്യൻ മണി യൂറോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു റേഷ്യനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം 934 മന്ത്ലി. അങ്ങനെ നമുക്ക് എനിക്കായത് 11,028, പക്ഷേ അല്ല, എന്താ പറയുക, 11,208 യൂറോസ് ആണ് എനിക്ക് ആക്കേണ്ടി അക്കൗണ്ടിൽ ഇടേണ്ടി വന്നത്. അത് തന്നെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വന്ന ആ സെയിം വിൻ്ററിൽ തന്നെ ലേറ്റായിട്ട് എടുത്ത സ്റ്റുഡൻസിന് റിവൈസ് ചെയ്ത് എമൗണ്ട് കൂടിയിട്ടുണ്ടായിരുന്നു. എനിക്കത് 11,208 യൂറോസ് ആണ്. അതായത് നാട്ടിൽ ഏകദേശം ഞാൻ കൺവേർട്ട് ചെയ്ത അന്നത്തെ റേറ്റിൽ 10,37,067 രൂപയാണ് എനിക്ക് ആയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ വരുന്നതിന് മുന്നേ ഈ ഒരു ഫണ്ട് നമുക്ക് എവിടെ നിന്ന് റൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒന്ന് ആലോചിച്ച് വയ്ക്കുക. പിന്നെ നമുക്ക് രണ്ട് രീതിയിൽ, നമുക്കൊന്നില്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ആരെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിയോ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ സേവിങ്സ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലാക്കാം. അല്ല അച്ഛാ, ഇനി അത്രയും ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ലോൺ വേണമെങ്കിലും എടുക്കാം. അത് നമുക്ക് ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ് ആണെങ്കിലും വെച്ചിട്ട് ഈ സ്റ്റുഡൻറ്റ് ലോൺ കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ എനിക്കറിയാത്തൊരു കാര്യമായിരുന്നു, എൻ്റെ മനസ്സിൽ സ്റ്റുഡൻറ്റ് ലോൺ എടുക്കുമ്പോൾ പ്രോപ്പർട്ടി തന്നെ വേണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഗോൾഡ് വേണമെങ്കിലും വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റുഡൻറ്റ് ലോൺ കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ളത്, അപ്പോൾ അത് നോക്കിയിട്ട് ബ്ലോക്ക്ഡ് എമൗണ്ട് റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ നമുക്ക് ലോൺ എടുക്കണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഓഫർ ലെറ്റർ വേണം. ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലോണിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. ദെൻ നമുക്ക് വേണ്ട ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഫാക്ടറാണ് IELTS. അപ്പോൾ IELTS എക്സാമിന് ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്ത് IELTS ഡിപ്പെൻഡ്സ് അപ്പോൺ കോഴ്സ്. ഓരോ കോഴ്സിന് ഓരോ സ്കോഴ്സാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ജർമ്മനിയിൽ തന്നെ വേറെ കുറേ കോഴ്സുകളൊക്കെയാണ്. സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സാണ് എനിക്ക് മെയിൻലി അറിയുന്നത്. കാരണം വെച്ചാൽ ഞാൻ സിവിൽ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അപ്പോൾ സിവിലിൽ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഴ്സ് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ അതിന് നമുക്ക് GRE എന്ന് പറഞ്ഞ എക്സാംസ് വേണമായിരുന്നു, മാൻഡേറ്ററി ആയിരുന്നു. അപ്പോൾ അതെനിക്ക് അപ്ലൈ ചെയ്യാൻ പോലും പറ്റിയില്ല. അപ്പോൾ ആദ്യം തന്നെ GRE വേണം എന്നുള്ള കോഴ്സിലാണെങ്കിൽ GRE എടുക്കുക. GRE ഇല്ലാത്ത കോഴ്സുകളുണ്ട്, പക്ഷേ എന്തായാലും IELTS മാൻഡേറ്ററി ആണ്. IELTS ആദ്യം തന്നെ എഴുതിയെടുക്കുക.
നെക്സ്റ്റ് ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് APS അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ IELTSന് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ 16,250 രൂപയായിരുന്നു ആയിട്ടുള്ളത്. ഇപ്പോൾ അത് റിവൈസ് ചെയ്ത് 17,000 പ്ലസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അവരുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് എത്ര എമൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതൊരു എമൗണ്ടാണ്, നമുക്ക് കയ്യിലാവുന്നൊരു എമൗണ്ടാണ് IELTSൻ്റെ ഒരു ഫീസ്. എൻ്റെ കേസിൽ 16,250. പിന്നെ അത് നമുക്ക് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും കോഴ്സിന് ചേരണമെങ്കിൽ ഏകദേശം 6K തൊട്ട് 10K വരെയാണ് IELTS പഠിക്കാൻ നമുക്ക് ആവുന്നത്. അപ്പോൾ ആ ഒരു എമൗണ്ട് പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ സെൽഫായിട്ട് പഠിക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് അതിൻ്റെ കാര്യം ഒന്ന് സെറ്റാക്കുക. IELTS എക്സാം ഫസ്റ്റ് തന്നെ എഴുതി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ പഠിച്ച കോളേജിൽ നിന്ന് സ്കൂൾസിൽ നിന്നൊക്കെ കുറച്ച് സർട്ടിഫിക്കറ്റ്സ് ഒക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് LOR എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ നമ്മൾ പ്രിൻസിപ്പളുടെ കയ്യിൽ നിന്ന് HODയുടെ കയ്യിൽ നിന്നൊക്കെ അത് നമുക്ക് കിട്ടണം. പിന്നെ MOI ചില കേസിൽ വേണം. അപ്പോൾ ഞാൻ MOI LOR ഒക്കെ എല്ലാം നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇനീഷ്യലി തന്നെ എടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് APS സർട്ടിഫിക്കറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ ഏത് കോഴ്സ് നമ്മളിവിടെ പഠിച്ചാലും നമുക്ക് APS സർട്ടിഫിക്കറ്റ് മാൻഡേറ്റ്. APS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്ന് ലൈക്ക് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ BTech നമുക്ക് സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടി. അത് ജർമ്മൻ യൂണിവേഴ്സിറ്റിയിൽ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മളത് അയച്ചു കൊടുത്ത് അവരെല്ലാം വെരിഫൈ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് പണ്ടൊക്കെ APS ലൈക്ക് കൊറിയർ വഴിയായിരുന്നു അയച്ചിരുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലെ. ഇപ്പം നമുക്ക് മെയിലിലാണ് കിട്ടുന്നത്. നമ്മൾ ജസ്റ്റ് പ്രിൻ്റ് ഔട്ട്സ് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഈ APS സർട്ടിഫിക്കറ്റ് കൂടെ നമ്മൾ എടുത്ത് വയ്ക്കുക. APSൻ്റെ ഫീസ് എന്ന് പറയുന്നത് 18,000 രൂപയാണ്. അപ്പോൾ ഈ എമൗണ്ട് ഞാൻ പറഞ്ഞ ഈ IELTSൻ്റെ ആ ഒരു എമൗണ്ട് സെറ്റാക്കി വയ്ക്കുക. IELTS എഴുതുക, അത് കഴിഞ്ഞ് APSൻ്റെ എമൗണ്ട് സെറ്റാക്കി APS എടുക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതിനൊപ്പം തന്നെ മറ്റേ LOR MOI ഒക്കെ റെഡിയാക്കി വയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വയ്ക്കുക. അതിന് ശേഷമായിരിക്കും നമുക്ക് കോഴ്സിൽ അപ്ലൈ ചെയ്യാൻ. അപ്പം ഞാനിപ്പോൾ കറൻ്റ് പഠിക്കുന്ന RWTH എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് നമ്മൾ DAD.DE വഴി, നമുക്ക് DAD.DE എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ പല യൂണിവേഴ്സിറ്റിയിൽ പല രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി അവരുടെ ഒരു പേജിൽ പോയി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് എക്സ്ട്രാ എമൗണ്ട് ആവില്ല. അല്ലാണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് എമൗണ്ടൊക്കെ ആകും. പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് ട്രൂ കോപ്പി ചോദിക്കും. ട്രൂ കോപ്പി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കളർ കോപ്പി എടുത്തിട്ട് നമ്മളത് ഗസറ്റഡ് ആയിട്ടുള്ളൊരു ഓഫീസറിൻ്റെ കയ്യിൽ പോയി നമ്മൾ സീൽ ചെയ്ത് വാങ്ങിക്കുന്നതിനാണ് ട്രൂ കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ചില യൂണിവേഴ്സിറ്റീസ് നമ്മളോട് പറയും ട്രൂ കോപ്പീസ് അതുപോലെ തന്നെ അയച്ചു കൊടുക്കാൻ. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പോൾ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ കേസിൽ ഇവിടെ നമുക്ക് IELTS ഇല്ലാണ്ട് APS ഇല്ലാണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തിട്ട് ഞാൻ പഠിക്കുന്ന RWTH എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയാണ്, ആഹലിലാണ് ഇതുള്ളത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഓഫ് ലെറ്റർ വരുമ്പോൾ നമുക്ക് റിക്വയർമെൻറ്റ്സ്, അതായത് IELTS സ്കോർ ഇത്ര വേണം എന്നുള്ള റിക്വയർമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ റിക്വയർമെൻറ്റ്സ് കിട്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെഴുതാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യൂണിവേഴ്സിറ്റിയാണ്. വേറെ യൂണിവേഴ്സിറ്റിക്ക് നമുക്ക് ചില യൂണിവേഴ്സിറ്റീസൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ തന്നെ IELTS സ്കോർ വേണം, APS വേണം. അപ്പോൾ ഡിപ്പെൻഡ്സ് അപ്പോൺ. അപ്പോൾ നമ്മൾ ഈ DAD.DEയിൽ പോയിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഓരോ കോഴ്സുകളുടെ റിക്വയർമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നോക്കി അതൊരു ബുക്കിലോ അല്ലെങ്കിൽ ഒരു ലാപ്പിലോ ഒക്കെ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മളുടെ ആ ഒരു കോഴ്സിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ഞാൻ നോക്കിയിട്ടുള്ളത് ഈ RWTH തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ യൂണിവേഴ്സിറ്റി തന്നെയാണ് നോക്കിയത്. ഞാൻ ലൈക്ക് ഇവിടെ വരുമ്പോൾ ഒറ്റയ്ക്ക് ആവില്ല എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഫോക്കസ് ചെയ്തത്. അപ്പോൾ എനിക്ക് വേറെ യൂണിവേഴ്സിറ്റീനെ പറ്റി ഞാൻ അത്രയ്ക്ക് അന്വേഷിച്ചിട്ടില്ല. ബട്ട് സ്റ്റിൽ തന്നെ നിങ്ങൾ DAD.DEയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഏജൻസി വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ഭയങ്കര, എൻ്റെ കേസിൽ എനിക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിലല്ലായിരുന്നു ഞാൻ. അതായത് എനിക്ക് കുഞ്ഞുണ്ടായിരുന്നു, അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, ഫണ്ട് റൈസ് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്ന കൊണ്ട് എനിക്ക് ആ ഒരു ടൈമിൽ എനിക്ക് പൈസയല്ല മണീനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ടൈം എന്നുള്ള ഫാക്ടർ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഏജൻസിനെയാണ് ഏൽപ്പിച്ചത്. കാരണം എനിക്ക് എൻ്റെ പുറകിൽ നടന്നവരൊന്നും ചെയ്യാൻ ടൈമില്ലായിരുന്നു. പക്ഷെ നിങ്ങൾ ടൈമുള്ള ആൾക്കാരാണ്, അതായത് BTech ഒക്കെ പഠിച്ച് ജോലി നോക്കുന്നില്ല, ഡയറക്റ്റ് മാസ്റ്റേഴ്സ്. അപ്പോൾ ആ ഒരു പീരീഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി ഒറ്റയ്ക്ക് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ചാൽ ഏജൻസിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൈസ ചാർജ് ചെയ്യുന്നുണ്ട്. എനിക്കായത് 2 lakhs ആയിരുന്നു. ഓക്കെ, അപ്പോൾ എനിവേസ്, അപ്പോൾ എന്തായാലും അത് പോട്ടെ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ ഏജൻസി വേണോ വേണ്ടേ എന്നുള്ളത് ചൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ IELTS ആയി, പിന്നെ APS ആയി, ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ ഏകദേശം സെറ്റാക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്ത് തുടങ്ങുക.